നമസ്കാരം. ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാന്റെ പ്രകോപനം. പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചാണ് പൂഞ്ച് മേഖലയിലെ സൈനിക പോസ്റ്റുകളിലേക്ക് പ്രകോപനം സൃഷ്ടിച്ചത്. ഇന്ത്യ തിരിച്ച വെടിയുതിർത്തതോടുകൂടി പാകിസ്ഥാൻ ഡ്രോണുകൾ പിൻവലിക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ നടന്ന കൂട്ടക്കുരുതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ സൈനിക താവളങ്ങളിലെ പോസ്റ്റുകൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. 30ഓളം പേരാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിക്ക് നേരെയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ നിരന്തരമായി പാകിസ്ഥാൻ സൈന്യവും സർക്കാരും നടത്തുന്ന ഒരു അവഗണനയുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന പലതരത്തിലുള്ള വൃത്തികെട്ടതായിട്ടുള്ള നീക്കങ്ങൾക്ക് നേരെയാണ് അവിടുത്തെ ജനത ശബ്ദമുയർത്തിയിട്ടുള്ളത്. ആ മേഖല മുഴുവൻ ഭീകരവാദികളെ കൊണ്ട് നിറഞ്ഞതാണ്. പാകിസ്ഥാൻ സൈന്യമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്. അവിടുത്തെ സാധാരണ ജനങ്ങളെ അടിമകളെ പോലെയാണ് പാകിസ്ഥാനിലെ ഈ ഭീകരവാദികൾ ഉപയോഗിക്കുന്നത്. അത് ജയ്ഷ് ഇ മുഹമ്മദ് ആയാലും ഹിസ്ബുള്ള ആയാലും ലഷ്കർ ഇ തോയ്ബ ആയാലും ഈ ഭീകരവാദികളൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങളെ വളരെയധികം ക്രൂരമായിട്ടാണ് വേദനിപ്പിക്കുന്നത്, ദ്രോഹിക്കുന്നത്. അവിടുത്തെ സ്ത്രീകൾ നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊലപാതകത്തിന് ഇരയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം POKയിലുണ്ട്. ഇതിനെതിരെ 2023 അവർ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. മറ്റ് ഒരു കാരണവും കൂടി ഉണ്ടായിരുന്നു. അന്യാധീനമായ അനധികൃതമായ വിലക്കയറ്റമാണ് പാകിസ്ഥാനിൽ ഉള്ളത്. 2023 ഇതും കൂടി വച്ചുകൊണ്ടാണ് അവർ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. തക്കാളിക്ക് 1 കിലോയ്ക്ക് 600 രൂപയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ 2023. ഇപ്പോൾ പാകിസ്ഥാനിലെ വിലക്കയറ്റം 300 ഇരട്ടിയാണ്. അത്രമാത്രം വലിയ പണപ്പെരുപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത്. പെട്രോളിൻ്റെ വില 480-ലേറെയാണ്. ഒരിക്കൽ പിന്നീട് ഒരു പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവരൊരു 380-ലേക്ക് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റു സാധനങ്ങളുടെയൊക്കെ വില ക്രമാതീതമായി പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ പോലും കാശ് തികയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. കുറച്ചധികം ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ ലോക്ക്ഡൗൺ ആയിരുന്നു. അങ്ങനെ ആ തരത്തിൽ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ ആ രീതിയിലൊക്കെ പാകിസ്ഥാൻ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പാകിസ്ഥാനിലെ സൈന്യത്തിനാകട്ടെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിനാകട്ടെ മറ്റു തരത്തിൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് വേണ്ടത്ര സ്വത്ത് സമ്പാദിക്കുവാൻ കഴിയുന്നുണ്ട്, അവർക്ക് സുഭിക്ഷമായി ജീവിക്കുവാൻ കഴിയുന്നുണ്ട്. പാകിസ്ഥാന് പുറത്ത് യൂറോപ്പിലൊക്കെ ധാരാളം സ്വത്തുക്കളാണ് ഇവരെല്ലാം തന്നെ സമ്പാദിച്ച് കൂട്ടുന്നത്. അസിം മുനീറിന് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപുമായി പോലും കൂട്ടുകച്ചവടവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക മേധാവികൾക്കും സൈന്യത്തിലെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ വളരെ സുഭിക്ഷമായി ജീവിക്കാൻ കഴിയും. അവർക്ക് പുറമേ പാകിസ്ഥാനിൽ സുഭിക്ഷമായി ജീവിക്കുവാൻ കഴിയുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഭീകരവാദികളാണ്. ഈ ഭീകരവാദികൾ സാധാരണ ജനങ്ങളെ പോലും വളരെ മൃഗീയമായിട്ട് ഉപയോഗിക്കുന്നു. അവർക്ക് എന്തും ചെയ്യാമെന്ന ഒരു അവസ്ഥയാണ്. പാകിസ്ഥാനിലെ മിലിറ്ററി സംവിധാനങ്ങൾ പോലും ഇവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കും. എന്തിന് സൈന്യമെന്നല്ല, അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പോലും ഇവരുടെ മുന്നിൽ തല കുമ്പിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവരാണ് അവിടുത്തെ മതമേലധ്യക്ഷന്മാരെ പോലെ പെരുമാറുന്നത്. എന്തായാലും ഈ ഭീകരവാദികളെ സർക്കാർ തീറ്റിപ്പോറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവരെ ഉപയോഗിക്കുന്നത് ഭാരതത്തിന് എതിരെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് പാകിസ്ഥാന് ഭാരതത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും സജീവമായിട്ട് നടത്തുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഭാരതം ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ബലാക്കോട്ട് സംഭവമൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. POKയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കൊക്കെ ലോകം ഞെട്ടിത്തിരിച്ച ഒരു വിഷയം തന്നെയാണ്. ആ രീതിയിൽ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ അടിമുടി വെടിയുണ്ടകൾ കൊണ്ട് മൂടുകയും ഭീകരവാദികളെ കത്തിച്ചു കളയുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു ഭാരതത്തിനകത്തേക്ക് ഭീകരവാദികളെ കയറ്റിവിടുമ്പോഴൊക്കെയും ഇന്ത്യ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത്. ആ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന് നേരെ ഒരു ആക്രമണം നടത്തുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനെ കത്തിച്ചു കളയും എന്ന് തന്നെയാണ് ഭാരതം പറഞ്ഞിട്ടുള്ളത്. ഭാരതം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വച്ചു കഴിഞ്ഞു. എന്തിന് ഭാരതത്തിൻ്റെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള, അതായത് സജ്ജീകരിച്ച് തയ്യാറാക്കി വച്ചിട്ടുള്ള
അണ്വായുധങ്ങൾ പോലുമുണ്ട്. പാകിസ്ഥാന് അത്തരത്തിലുള്ള ഒരു അണ്വായുധവുമില്ല. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വാർഹെഡ് എന്ന് പറയുന്നത് 170 ഇന്ത്യയുടെ ന്യൂക്ലിയർ വാർഹെഡ് 190. അതോടൊപ്പം തന്നെ മറ്റ് സാമ്പ്രദായികമായുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യക്ക് ആവശ്യത്തിലേറെ ആയുധശേഷിയുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുവാൻ പോലും ഇന്ന് ലോകം തയ്യാറാകുന്നുണ്ട്. അതും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സംഭവിച്ച കാര്യമാണ്. ബ്രഹ്മോസ് മിസൈലിനൊക്കെ ഉള്ള ആവശ്യക്കാർ ഏറെയും സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിലെ അതിൻ്റെ പ്രവർത്തനക്ഷമത കണ്ടിട്ടാണ്, അതിൻ്റെ കരുത്ത് കണ്ടിട്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ അഗ്നി 6 പരീക്ഷണം നടത്തുന്നുണ്ട്. 12,000 കിലോമീറ്ററാണ് അഗ്നി 6ൻ്റെ ദൈർഘ്യം. അത്തരത്തിൽ പാകിസ്ഥാനെ നേരിടുവാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ആയുധങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ. അത്തരത്തിൽ പാകിസ്ഥാന് ഇപ്പോൾ ഇടം വലം തിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അവിടെ എന്തൊക്കെ തരത്തിലുള്ള മതപരമായ കലാപങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കുമ്പോഴും ഭാരതത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമം പാകിസ്ഥാൻ നടത്തുന്നത് പതിവാണ്. പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഡ്രോൺ വഴിയുള്ള പ്രകോപനം പോലും 2026 തന്നെ മാർച്ചിൽ ഈ പൂഞ്ച് മേഖലയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം കത്വ മേഖലയിലേക്ക് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഡ്രോൺ വഴിയുള്ള പ്രകോപനമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരം പ്രകോപനങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യയെ ഒരു രീതിയിലും താളം തെറ്റിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് ലോകരാജ്യങ്ങൾ തന്നെ ഭാരതത്തെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും അമേരിക്ക, പാകിസ്ഥാനെ എല്ലാ കാലഘട്ടത്തിലും സഹായിച്ചിട്ടുള്ള അമേരിക്ക പോലും പാകിസ്ഥാൻ എന്നുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിരുന്നു, ഇന്ത്യ അഗ്നി 6 ഒക്കെ പരീക്ഷിക്കുന്നു, 12,000 കിലോമീറ്റർ ദൈർഘ്യമാണ്, ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്, നിങ്ങൾക്ക് ഒരു പ്രതികരണവും ഇല്ലേ എന്നാണ് ചോദിച്ചപ്പോൾ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഭാരതത്തിനെ കൊണ്ട് ലോകത്തിന് ഒരു സമാധാന പ്രശ്നവും ഉണ്ടായില്ല, പാകിസ്ഥാനെ കൊണ്ട് ഉണ്ടാകാതിരുന്നാൽ മതി എന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയായ ഹെക്സീത്തിൽ നിന്ന് കിട്ടിയത്. അതോടൊപ്പം തന്നെ മാർക്കോ റൂബിയോ ഒക്കെ ഭാരതത്തിൽ വന്നപ്പോൾ പാകിസ്ഥാനെ പോലുള്ളൊരു ഭീകരവാദ രാജ്യത്തിന് എതിരെ ഉള്ള ഒരു പ്രവർത്തനം ശക്തമാക്കണം എന്ന നിലയിൽ തന്നെയാണ് അഭിപ്രായങ്ങളൊക്കെ ഉന്നയിച്ചത്. അതായത് അമേരിക്ക എല്ലാ കാലത്തും പിന്തുണച്ച പാകിസ്ഥാന് ഒരു രീതിയിലുള്ള സോഫ്റ്റ് കോർണറും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല. ഈ അടുത്ത സമയത്ത് പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ബ്രോക്കർ രാജ്യമെന്ന നിലയിൽ, ട്രംപിൻ്റെ ഒരു ബ്രോക്കർ രാജ്യമെന്ന നിലയിൽ അവർക്ക് ചില ഫേവറൊക്കെ അമേരിക്ക ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അതുപോലും അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ശക്തമായ ഇടപെടൽ, അതായത് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ്, ആ രാജ്യവുമായിട്ട് ഒരു തരത്തിലുള്ള സൗഹൃദവും വേണ്ട എന്ന് ട്രംപിനോട് ശക്തമായി വാൺ ചെയ്തതിന് ശേഷം അതുപോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പാകിസ്ഥാൻ്റെ ഈ പ്രകോപനത്തിനൊക്കെ ഇന്ത്യക്ക് പുല്ലുവില മാത്രമാണുള്ളത്. ലോകത്തിലെ ഒരു രാജ്യവും ഇപ്പോൾ പാകിസ്ഥാനെ ശക്തമായി പിന്തുണയ്ക്കുന്നില്ല. ചൈന പാക് എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഒരല്പം അടുത്ത് നിർത്താനൊക്കെ നോക്കി. പക്ഷേ ചൈന പോലും പാകിസ്ഥാനിലെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ മനം മടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു. കാരണം അവരുടെ പൗരന്മാർക്ക് നേരെ നിരന്തരമായ ഭീകരവാദ ആക്രമണങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു അവരുടെ ഒരു സമീപനം. അതിനുശേഷം പാകിസ്ഥാനെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമീപനമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിരന്തരമായ ഒരു പ്രക്ഷോഭങ്ങളുടെ ഒരു സാധ്യത പരിഗണിച്ചു. POKയിൽ വളരെ ആഴത്തിലുള്ള വളരെ നിരന്തരമായ പ്രക്ഷോഭമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഒരു സമീപ ഭാവിയിൽ തന്നെ പാകിസ്ഥാൻ വിഭജിക്കപ്പെടും. പാകിസ്ഥാൻ ഒരു രാജ്യമല്ലാതായി തീരുന്ന കാലം അതിവിദൂരമല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.